ഞാൻ തോറ്റു. എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റു. ഇല്ലടോ, ഇതൊക്കെ ജീവിതത്തിൽ ചില പാഠങ്ങളാണെന്ന് കരുതിയാൽ മതി. ഏട്ടാന്ന് വിളിക്കുമ്പോൾ അനിയത്തിൻ്റെ സ്ഥാനത്ത് ഞാനുണ്ട്. അവിടെ എന്തോ ഒരു ചെറിയൊരിത് പറഞ്ഞു. എൻ്റെ ഏട്ടൻ പ്രപ്പോസൽ നോക്കുന്നുണ്ട്, ദിവ്യക്ക് എല്ലാവർക്കും നമസ്കാരം. ദിവ്യ ശ്രീധർ അതുപോലെ ക്രിസ് വേണുഗോപാൽ, ഇവരെ രണ്ടുപേരെയും പ്രത്യേകിച്ച് ഞാനായിട്ട് ഇനി പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ മലയാളികൾക്കും അറിയാം, പ്രത്യേകിച്ച് സീരിയൽ ഓഡിയൻസ് ആയിട്ടുള്ള വീട്ടമ്മമാർക്ക് കൂടുതലായിട്ട് അറിയാം. എന്നാൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കല്യാണം കഴിച്ച കാര്യവും നമുക്കറിയാം. അതിൽ ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് കുറച്ച് പ്രായം കൂടുതലാണ്, ദിവ്യ ശ്രീധറിനേക്കാളും കുറച്ചധികം പ്രായം കൂടുതലാണ്. അന്ന് കല്യാണം നടന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഇവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കിളവന് ഈ പെണ്ണ് കിട്ടിയോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് അവർക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. സൈബർ അറ്റാക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. ഓക്കെ, പക്ഷെ ഇന്ന് ദിവ്യ ശ്രീധർ എന്ന് പറയുന്ന ആ സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു ആക്ട്രസ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ് വേണുഗോപാൽ ഈ പറയുന്ന ദിവ്യ ശ്രീധറിനെ അടിച്ചു എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ സത്യാവസ്ഥ നമുക്കൊന്ന് പരിശോധിക്കണ്ടേ? പരിശോധിച്ചിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പൊ ഈ ക്രിസ് വേണുഗോപാലിനെയും ദിവ്യ ശ്രീധറിനെയും എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇവരുടെ റീൽസുകളും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഓരോ ഇന്റർവ്യൂസ് കാണാറുണ്ട്. അപ്പൊ നല്ല പോസിറ്റീവ് വൈബിലോട് സംസാരിക്കുന്ന രണ്ടുപേരായിട്ടാണ് എനിക്ക് പ്രത്യേകിച്ച് തോന്നിയിട്ടുള്ളത്. അതിലും ദിവ്യ ശ്രീധറിന്റെയും ക്രിസ് വേണുഗോപാലിന്റെ പഴയൊരു ഇന്റർവ്യൂവിൽ അവര് തമ്മിൽ ഒന്നിക്കുന്ന കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അവരെന്തായാലും പരസ്പര ഇഷ്ടത്തോടെ അടിപൊളിയായിട്ട് ആർക്കും ശല്യമില്ലാണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ജീവിക്കട്ടെ, എന്തിനാണ് അവരെ കുറ്റപ്പെടുത്തുന്നത്, ശല്യം ചെയ്യുന്നത് എന്നൊക്കെ തന്നെയാണ് നമ്മൾ അന്നത്തെ വീഡിയോസിലൊക്കെ ചോദിച്ചിട്ടുള്ളത്. അതായത് ഇങ്ങേർക്ക് കുറച്ച് പ്രായം കൂടുതൽ, അതാണ് വിഷയം. നരച്ച മുടിയും നരച്ച താടിയും കണ്ടുകൊണ്ടാണ് ജഡ്ജ് ചെയ്യുന്നത്. അമ്പലം ചെലുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാണെന്നുള്ളൊരു കഥ നമ്മൾ ആരും മറക്കണ്ട. ഓക്കെ, അത് വിട്ടേക്ക്, അത് നമ്മൾ ഇവിടെ പറയേണ്ട കാര്യമില്ലെങ്കിലും പറഞ്ഞു പോയപ്പം പറഞ്ഞെന്നുള്ളു. അപ്പൊ നമ്മുടെ മെയിൻ വിഷയം ദിവ്യ ശ്രീധർ എന്ന് പറയുന്ന അവരെ ക്രിസ് വേണുഗോപാൽ അടിച്ചോ ഇല്ലയോ, ഉപദ്രവിച്ചോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടൊക്കെ കുഴഞ്ഞു കിടക്കുകയാണ്. എന്തായാലും ആദ്യം ദിവ്യ ശ്രീധർ എന്ന് പറയുന്ന ആ ഒരു നടി ഇട്ടിട്ടുള്ള ഒരു വീഡിയോ കാണാം. സത്യം പറഞ്ഞാൽ കണ്ട സമയത്ത് ഞാനൊന്ന് ഞെട്ടിപ്പോയി. ഇത് എന്തുവാ സംഭവിച്ച്, അടി കിട്ടിയോ എന്നുള്ള രീതിയിൽ ആയിച്ചിട്ടുണ്ട്. എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ തോറ്റു എന്ന് പറയുന്ന ഒരു ഡയലോഗോട് കൂടിയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. നെറ്റിയിൽ മുറിവ് പാടുകളുണ്ട്. ഇത് മേക്കപ്പ് ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട്. അടി കിട്ടിയതുപോലെ തന്നെയാണ് തോന്നുന്നത്. അടി മീൻസ് ക്രിസ് വേണുഗോപാൽ അടിച്ചെന്നല്ല ഞാൻ പറയുന്നത്, അല്ലാണ്ട് എവിടെ നിന്ന് അടി കിട്ടുകയോ വീഴുകയോ എന്തോ ചെയ്തിട്ടുണ്ട്, എന്തോ നല്ലൊരു പാടുണ്ട്. പക്ഷെ ഈ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഞാൻ തോറ്റു എന്നുള്ളൊരു സാധനമാണ് ഇടുന്നത്. നമ്മൾ അടി കിട്ടി വീണ് കഴിഞ്ഞാൽ ഞാൻ തോറ്റു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടുവോ? ഇല്ല. പക്ഷെ ഇവിടെ എവിടെയോ ഒരു സാധനം മിസ്സിംഗ് ഉണ്ട്. ഇനി ഒരു പക്ഷേ ഒരു റീച്ചിന് വേണ്ടിയിട്ട് വീണ്ടും ലൈം ലൈറ്റിൽ ചർച്ചയാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ എന്ന് അറിയില്ല. എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റു, ഇല്ലടോ ബാക്കി. ഓക്കെ, എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റു, ലാലേട്ടന്റെ സൗണ്ടാണ്. എല്ലാ അർത്ഥത്തിലും തോറ്റോ എന്ന് പറയുമ്പോൾ ഇല്ലടോ, ഇതെല്ലാം ജീവിതത്തിന്റെ ഒരു പാഠമായിട്ട് അങ്ങ് കരുതിയാൽ മതി. അത് രണ്ടർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒന്നുകിൽ ഇതെല്ലാം അടിയിടിയും കിട്ടി ഇങ്ങനെ ആയതാണ്, ഞാൻ തോറ്റു, ജീവിതത്തിലെ എല്ലാം ഒരു പാഠമാണ്. കാരണം ഇതിന് മുന്നത്തെ ലൈഫിലും ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് ഒരുപാട് സഫർ ചെയ്ത് മുന്നോട്ട് വന്ന് ഒരു ടൈമിൽ നിൽക്കുമ്പോഴാണ് ക്രിസ് വേണുഗോപാലുമായിട്ട് ഈ പറയുന്ന ദിവ്യ ശ്രീധർ കണക്ഷനിലാവുന്നത്. അതിനുശേഷം അവർ കല്യാണം കഴിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു ഡയലോഗ്, ഇല്ലടോ ഇതെല്ലാം ജീവിതത്തിലെ ഒരു പാഠമാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ ആണെങ്കിൽ അയ്യോ അപ്പൊ ഇതും ഫ്ലോപ്പ് ആയോ എന്ന് നമുക്ക് ചിന്തിക്കാം. ഇനി അല്ലെങ്കിൽ വിഴുന്നുരുണ്ടെണീറ്റപ്പോ ഇനിയെങ്കിലും നോക്കിയും കണ്ടും നടയടെ, ഇത് ജീവിതത്തിൽ എല്ലാവരും പാഠമാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഇവിടെ ദിവ്യ ശ്രീധർ ഇങ്ങനെ പോസ്റ്റ് ഇട്ടിട്ട് ഇതിന് ഒരു ഡീറ്റെയിൽസും കൊടുത്തിട്ടില്ല, ഒരു എക്സ്പ്ലനേഷനും കൊടുത്തിട്ടില്ല. ആകെ മൊത്തവും ചളവും കുളമായ അവസ്ഥയിലാണ്, ഫുള്ള് ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുകയാണ്. ദിവ്യ ശ്രീധറിന്റെ പഴയ കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഏട്ടാന്ന് വിളിക്കുമ്പോൾ അനിയത്തിൻ്റെ സ്ഥാനത്ത് ഞാനുണ്ട്. അവിടെ എന്തോ ഒരു ചെറിയൊരിത് പറഞ്ഞു. എൻ്റെ ഏട്ടൻ പ്രപ്പോസൽ നോക്കുന്നുണ്ട്, ദിവ്യക്ക് ഹസ്ബൻഡ് ഇല്ലല്ലോ. പെട്ടെന്ന് ഞാൻ ഷോക്കായിരുന്നു കേട്ടാ. കാരണം ഞാൻ ഹസ്ബൻഡ് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവരെങ്ങനെ അറിഞ്ഞു എനിക്കറിയില്ല. ആണോ? ഏട്ടൻ എങ്ങനെ അറിഞ്ഞു? എനിക്കറിയാലോ, ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരാൾ കള്ളം പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കും. കാരണം പേഷ്യൻസിനായാലും ക്ലയൻസിനായാലും ഞാൻ അങ്ങനെ തന്നെയാണ്. അവർ കള്ളം പറയുമ്പോൾ ഞാൻ ചിരിക്കും. ഓക്കെ, ഹസ്ബൻഡിനെ പക്ഷെ
അറിയില്ല, പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ഷോക്കായി. ദിവ്യക്ക് ഹസ്ബൻഡ് ഇല്ലല്ലോ, ഒറ്റയ്ക്ക് നിൽക്കല്ലേ മക്കളെയും കൊണ്ട്. എന്റെ ഏട്ടന്റെ ഓക്കെ, കേട്ടല്ലോ. അതായത് ദിവ്യക്ക് ഹസ്ബൻഡ് ഇല്ലല്ലോ, മക്കളെയും കൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുകയല്ലേ, അങ്ങനെ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്യാണ് ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തി ചെയ്തിട്ടുള്ളത്. അതുപോലെ തലേ ദിവസം വരെ ഇവരുടെ സോഷ്യൽ മീഡിയയിൽ ഇവർ തമ്മിൽ ഫൈറ്റ് ഉള്ളതായിട്ടോ ഒന്നും ഒരു വീഡിയോസോ ഒരു സൂചന പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ആ സ്ഥിതിക്ക് ഇത് വേറെ എന്തോ ആണ് സംഭവം. എന്റെ ഊഹം ശരിയാണെങ്കിൽ വീഴുന്ന ഉരുണ്ട് എണീറ്റ് കാണണം, അതാണ് ഡൗട്ട്. അല്ലെങ്കിൽ ഇനി ഇവർ തന്നെ പറയട്ടെ. ഫൈറ്റ് വരാൻ താല്പര്യമുണ്ടോ? 18 വയസ്സിൽ വിദ്യാഭ്യാസം മുടങ്ങി ഓരോരുത്തരുടെ കീഴില് 14 കൊല്ലം നിന്ന് ഇത്രയും വർഷം ഡിവോഴ്സായി എന്റെ ഇടയിൽ അബദ്ധങ്ങളെ കൊണ്ട് ചാടി. ഇതും അറിയാത്ത എനിക്ക് ഇത്രയും എന്താ പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തി വന്ന് അപ്പൊ ഞാൻ പറഞ്ഞു മോളോട് ചോദിക്കുമ്പോ മോൾക്കും അറിയില്ല ഇത് ആരാന്ന്. ഓക്കെ, മോളോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഇവര് തമ്മിൽ ഒന്നിക്കുകയാണ്. കല്യാണവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളത്. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ഇവരിടുന്ന ആ പോസിറ്റീവ് വൈബും പോസിറ്റീവ് വീഡിയോസും ഇന്റർവ്യൂസും കുറെ നല്ല നല്ല വാക്കുകളും ഒക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് ആർക്കും അറിയത്തില്ല ഒരാളുടെ റിയൽ ലൈഫും. ഈ റിയൽ ലൈഫിൽ കാണിക്കുന്നത് പോലെ ആവണമെന്നില്ല ഒരിക്കലും ഒരാളുടെ റിയൽ ലൈഫ്. അതുകൊണ്ട് തന്നെ റിയൽ ലൈഫ് കണ്ടിട്ട് നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും പറയുകയാണ്, ഇനി ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ദിവ്യ തന്നെ പുറത്ത് പറയട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി ദിവ്യയുടെ സ്റ്റോറി ഞാനൊന്ന് കൊടുക്കാം. ആ സ്റ്റോറി കണ്ട സമയത്തും എനിക്ക് എന്തോ ഒരു സാധനം ഫീൽ ചെയ്തു. എന്തുവാടാ ഇത് ഇങ്ങനെ? കാരണം ഒരു പോസ്റ്റ് ഇടുന്നു, തലയിൽ മുറിവായിട്ടുള്ള ഒരു പോസ്റ്റ് ഇടുന്നു, എന്നിട്ട് അതിന് ഇത് ഓഡിയോ കൊടുത്തിട്ടുണ്ട്, ഞാൻ തോറ്റു ഇല്ലടോ, ഇതെല്ലാം ജീവിതത്തിൽ ഒരു പാഠമാണ് എന്നൊക്കെ ഉള്ള ഒരു സാധനം ഇടുമ്പോൾ എവിടെയോ എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്. ഇനി വേറെ എന്തെങ്കിലും വിഷയം, മക്കളുമായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടായോ, ഒന്നും ഒരു പിടിയും ഇല്ല. എന്തായാലും സ്റ്റോറി ഞാനൊന്നും കൊടുക്കാം. ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക് പഞ്ചിന്റെ ജീവിതം ഒരു പാഠമാണ്. ഓക്കെ, അമ്മയില്ലാത്ത ലോകം ശൂന്യമാണ്. അപ്പൊ അമ്മയെ മിസ് ചെയ്യുന്നുണ്ടോ? ജീവിതത്തിൽ ഏറ്റവും വലിയ വേദനയാണ് ഒറ്റപ്പെടൽ. ചുറ്റിലും ഒരുപാട് ഉണ്ടായിട്ടും തനിച്ചായി പോയവർ. ജീവിതത്തിൽ ഒരിക്കലും അവഗണിച്ചവരെ തേടി പോകരുത്. നമ്മുടെ വില അറിയുന്നവരെ അവിടെ തേടി പോവുക. ജനിച്ചു പോയില്ലേ, ഇനി ജീവിച്ചേ പറ്റൂ. എന്തുകൊണ്ട് ഈ കുഞ്ഞിനെ ഓർത്ത് ലോകം തേങ്ങുന്നു? ഒറ്റപ്പെടലാണ്, അതാണ് ഏറ്റവും വലിയ വേദന. അനുഭവിച്ചവർക്ക് അത് മനസ്സിലാകും. സ്വയം തുടങ്ങേണ്ടി വന്ന കണ്ണുനീരും തനിയെ പറയേണ്ടി വന്ന വിഷമങ്ങളും ആയിരിക്കും ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞിട്ട് കുറെ സ്റ്റോറീസ്, ഈ ഒറ്റപ്പെടൽ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ഈ രീതിയിലുള്ള ഒരുപാട് സ്റ്റോറീസിന് ശേഷം തന്റെ ഈ വീഡിയോ വീണ്ടും സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞ വീഡിയോ കാണുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഡൗട്ട് തോന്നും. ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തി ദിവ്യ ശ്രീധരനെ അടിച്ചോ, ഉപദ്രവിച്ചോ, എന്ത് ചെയ്തു എന്നുള്ളൊരു ഡൗട്ട് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത്. ഇനി ഞാൻ അങ്ങനെ ഇവരുടെ പ്രൊഫൈലിൽ പോയിട്ട് ഈ ദിവ്യ ശ്രീധർ ക്രിസ് വേണുഗോപാൽ അൺഫോളോ വല്ലതും ചെയ്തിട്ടുണ്ടോ നോക്കി. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ പോയി സെർച്ച് ചെയ്ത് ദിവ്യ ശ്രീധറിന്റെ പ്രൊഫൈലിൽ സെർച്ച് ചെയ്ത സമയത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. ക്രിസ് വേണുഗോപാലിനെ അൺഫോളോ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അടുത്ത് ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രൊഫൈലിൽ പോയി ദിവ്യ ശ്രീധറിനെ സെർച്ച് ചെയ്തപ്പോഴും അദ്ദേഹവും അൺഫോളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അവര് തമ്മിലൊരു പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഈ കണ്ണാപ്പി പിള്ളേരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്ത് കളിക്കത്തില്ല. അത്യാവശ്യം നല്ല മെച്ചുവേർഡ് പേഴ്സൺസ് ആണല്ലോ. ഈ കണ്ണാപ്പി പിള്ളേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്ത് കളിക്കുന്നത്. അറിയില്ല, ഇതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ഇനി അതുപോലെ തന്നെ 17 മണിക്കൂർ മുന്നേ ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രൊഫൈലിൽ ഒരു സ്റ്റോറി ഉണ്ട്. അതിൽ ദിവ്യയും കൂടെ നിൽപ്പുണ്ട്. വേറെ ആരോ ഇട്ടിട്ടുള്ളതിനെ മെൻഷൻ ചെയ്തിട്ടുള്ളതിന് ആക്ടർ ആശിഷ്. ഓക്കെ, അത് ഇവർ രണ്ടുപേരും ആ ഒരു ഇതിൽ ഉണ്ട്. അതുകൊണ്ട് എന്തോ അങ്ങനെ പിണങ്ങിപ്പിരിഞ്ഞ് ആ ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇത് വേറെ എന്തോ പറ്റിയാണ്. ഇനി അല്ലെങ്കിൽ വല്ല നാടകവും സീരിയലിലോ അല്ലാതെ ഷൂട്ടിങ്ങിന്റെ ഇടയിലുള്ള സാധനം എടുത്ത് ഇങ്ങനെ BGM കയറ്റി ഇട്ടതാണെന്നുള്ളൊരു ഡൗട്ടും ഉണ്ട്. ഇനി ദിവ്യയുടെ പ്രൊഫൈൽ നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. അതായത് കുറച്ച് റീൽസ് ഇട്ടിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളതാണ് മറ്റേ റീൽസ്. പ്രൊഫൈൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് റീൽസ് ഞാൻ ഇവിടെ കൊടുക്കാം. ഇതൊക്കെ പ്രൊഫൈൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതും അതുപോലെ തന്നെ. ഓക്കെ, പ്രൊഫൈലിൽ കുറച്ച് റീൽസ് ഒക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളതാണ് മറ്റേ നേരത്തെ നമ്മൾ കാണിച്ച ഒരു 10 സെക്കൻഡിന്റെ വീഡിയോ. ഇത് 3 റീലാണ് പ്രൊഫൈലിൽ പിൻ ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് റീലാണ് ഈ റീല്. അത് 1607 ലൈക്കും ഉണ്ട്. തൊട്ട് മുന്നേ ഇന്നലെ ഇട്ടിട്ടുള്ളത് ഈ ഒരു റീലാണ്, ചിരിച്ചുകൊണ്ട് മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഈ റീലിൽ മുഖത്ത് പാടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എന്നാൽ ഇന്ന് ഇട്ടിട്ടുള്ള റീലാണ് ഈ പാട്. ഇത് എനിക്ക് തോന്നുന്നു വല്ലോടെ വീഴുന്ന ഉരുണ്ടെണീറ്റ സ്റ്റിച്ചാണ് ഇത്. എന്താണ് സംഭവം? എന്തോ തൊലിപ്പുറം പോയതുപോലെ ഇരിക്കുന്നു. കണ്ടിട്ട് ഒറിജിനൽ ആണെന്ന് തോന്നുന്നു. എവിടെയെങ്കിലും വീഴുന്ന ഉരുണ്ടെണീറ്റ് അത് തടിയെടുത്ത് അടിച്ചൊന്ന് ദൈവത്തിനറിയാം. എന്തായാലും ആ വീഡിയോ ഒന്നുകൂടി കാണാം. ഞാൻ തോറ്റു, എല്ലാത്തിലും ഞാൻ തോറ്റു. ഇല്ലടോ, ജീവിതത്തിൽ ചില പാഠങ്ങളാണെന്ന് കരുതിയാൽ മതി. അത്
അതെ, ഇതൊക്കെ ജീവിതത്തിൽ ഒരു പാഠമാണെന്ന് കരുതിയാൽ മതി. അതിജീവിക്കണം, അതിജീവിതയാണ്. ഓക്കെ, അതിജീവിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു പോസ്റ്റ് കാണുന്ന സമയത്ത് ഓഫ് കോഴ്സ് ആരാലും ഒന്ന് സംശയിച്ചോ, ദിവ്യക്ക് എന്തെങ്കിലും സംഭവിച്ചോ, ഇനി ക്രിസ് വേണുഗോപാൽ എടുത്തിട്ട് അടിച്ചോ, ഉരുട്ടിയോ, ഇനി കമന്റ് ബോക്സിലുണ്ട് അങ്ങേര് ഗുണ്ടയാണ്, ഗുണ്ട ടൈപ്പാണ്, എടി കിട്ടും എന്നൊക്കെ ഉള്ള രീതിയിലുണ്ട്. ഞാൻ കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം. എന്ത് പറ്റിയതാ ചേച്ചി, മുഖത്ത് കുറെ പാടുണ്ടല്ലോ. അതെ, കുറെ പാടുണ്ടല്ലോ. അതിന് വേറെ റിപ്ലൈ ഉണ്ട് കേട്ടോ, അത് വേറൊരാള് കൊടുത്തതാണ്. മറ്റേ വൃത്തികെട്ട താടിയുള്ള അപ്പൂപ്പൻ തല്ലിയതാ, ആ താടി ശ്രദ്ധിച്ചിട്ടുണ്ടോ, തിന്ന സാധനങ്ങളൊക്കെ ഒഴുകി പാട് കാണാം. എന്തോന്നിടയത്, താടിയെ കുറ്റം പറയില്ല കേട്ടാ, ബിയഡ് മാൻസ്. ഓക്കെ, അപ്പോ മറ്റേ അപ്പൂപ്പൻ എന്ന് ഉദ്ദേശിക്കുന്നത് ക്രിസ് വേണുഗോപാലിനെ. അങ്ങേര് ഡൈ അടിച്ച് നടന്നു കഴിഞ്ഞാലേ, താടി കറുപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ മോനെ നീയൊന്നും ഏഴ എല്ലത്ത് വരത്തില്ല. അത് വേറെ സത്യം കേട്ടോ, ഉള്ള കാര്യം പറയാം. മറ്റേ കറക്റ്റ് മാസ് ലുക്കിലിരിക്കുമായിരുന്നു. അങ്ങനെ താടിയൊക്കെ ഒളിപ്പിച്ച് അടങ്ങുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇനി വേറൊരു കമന്റ് കൊടുക്കാം. ഇത്രയും പേര് കമന്റ് ഇട്ടും എന്ത് പറ്റിയാന്ന് ചോദിക്കുമ്പോൾ ഒരു റിപ്ലൈ കൊടുത്തൂടെ, ഇല്ലെങ്കിൽ പിന്നെ പോസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. അതാണ് എന്റെയും ഒരു അഭിപ്രായം കേട്ടോ. ഒന്നുകിൽ ഇങ്ങനത്തെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് ദിവ്യ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളൊക്കെ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്നതാണ്, 10 ആളറിയുന്ന ആൾക്കാരാണ്. ആ സ്ഥിതിക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കും ഇത് എന്താ സംഭവം. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് നിങ്ങൾക്കറിയാം. ഇനി നിങ്ങൾ ഈ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ട് അവിടെ എന്തെങ്കിലും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്തെങ്കിലും ആണോ എന്ന് അറിയത്തില്ല. എന്തായാലും വോട്ടവർ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് ഒന്നുകിൽ എക്സ്പ്ലനേഷൻ കൊടുക്കുക, ഇനി റീലിന് വേണ്ടിയിട്ട് എടുത്തതാണോ, ഷൂട്ടിംഗ് ആണോ, എന്താണ്, അല്ലെങ്കിൽ ഇനി ക്രിസേട്ടൻ അടിച്ചതാണോ, എന്താണെന്ന് അതിന്റെ അത്യാവസ്ഥ പോസ്റ്റ് ചെയ്യുക. അല്ലാത്ത പക്ഷം ഇങ്ങനത്തെ റീലുകൾ പോസ്റ്റ് ചെയ്യാതിരിക്കുക. അപ്പൊ അതിന്റെ അടിയിൽ ദിവ്യ തന്നെ കമന്റ് ചെയ്തിട്ടുണ്ട്, ഈശ്വര എന്ന് പറഞ്ഞു. പിന്നെ മഞ്ഞ ലവ്, ആരെടാ അടിയിട്ടിയ പാടിട്ടപ്പം മഞ്ഞ ലവ് ഇട്ട് കൊടുത്ത വാസ്തുകിയ കാർത്തിക. ഓക്കെ, എന്ത് പറ്റി സഹോ, ഒന്നും പറ്റിയില്ല സഹോ എന്ന് പറഞ്ഞ് ദിവ്യനെ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നാത്തിനാണ് ഇങ്ങനെ റീൽ ഇട്ടതെന്നാണ് എന്റെ ക്വസ്റ്റ്യൻ കേട്ടോ. എന്ത് പറ്റിയതാ ചേച്ചി, മുഖത്ത് കുറെ പാടുണ്ടല്ലോ, മറ്റേ വൃത്തികെട്ട താടിയുള്ള അപ്പൂപ്പൻ തല്ലിയതാ, ആ താടി ശ്രദ്ധിച്ചിട്ടുണ്ടോ? നേരത്തെ കമന്റ് വായിച്ച കമന്റാണ്. ഓക്കെ, അത് വായിച്ചതാണല്ലോ. എന്തേ നെറ്റിയിൽ, എന്താണ് നെറ്റിയിൽ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ മുറിപ്പാട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ മുറിവിന്റെ പാടാണ് എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. ഓക്കെ, ഇമോഷണലി ഡാമേജ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ചിരിക്കത്തില്ല, ചിരിച്ചുകൊണ്ട് അതിന് റിപ്ലൈ കൊടുക്കത്തില്ല. ഇനി ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പുറത്ത് ചിരി കൊണ്ട് കാണിക്കുന്ന റിപ്ലൈ ആണോ എന്ന് അറിയത്തില്ല കേട്ടാ. എന്തായാലും ആ ഒരു വോയിസ് ഓവറും ലാലേട്ടന്റെ വോയിസ് എന്ത് പറ്റി ജീവിതം, മറ്റേ അത് ആ ഒരു സാധനവും ഈ ഒരു ഫോട്ടോയും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി വേറെ ആരെങ്കിലും അടിച്ചു വന്നോ, മക്കൾ പോലെ എടുത്തിട്ട് ഇടിച്ചു വന്നോ, എന്ത് പറ്റിയ ചേച്ചിയെ ഒന്നും ഈ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് ദിവ്യ തന്നെ റിപ്ലൈകൾ കമന്റ്സിന് കൊടുക്കുന്നുണ്ട്. റീലാണോ അതിപ്പോ എവിടെയെങ്കിലും വീണതാണോ? അതെ, റീൽ ആണെന്ന് പറയുന്നുണ്ട്. റീലാണോ അതോ എവിടെയെങ്കിലും വീണതാണോ എന്ന് പറയുമ്പോൾ ഇതൊരു റീലാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ റീലാണെന്ന് പറയുമ്പോൾ അതിന് താഴെ റോസ് വടക്കേ തട്ട് പറയുന്നുണ്ട്, പേടിപ്പിച്ചുള്ളൂ, പേടിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു റീൽ വീഡിയോ ആണെന്ന് ദിവ്യ തന്നെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്. അപ്പൊ ക്രിസ് വേണുഗോപാലുമായിട്ട് അടിയും ഇടിയും ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്തോ ഉദ്ദേശം. ഞാനും തോറ്റു കാണാൻ പറ്റാതെ തോറ്റു. ഞാനും തോറ്റു കാണാൻ പറ്റാതെ തോറ്റു. നീ തോറ്റു തന്നാടാ, എന്തായാലും നീ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല, കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യയും കമന്റ് ചെയ്തിരിക്കുന്നു. റിപ്ലൈ, എന്ത് പറ്റിയാ ചേച്ചി, ഒന്നും പറ്റിയില്ല. എന്ത് പറ്റി, ഒന്നും പറ്റിയില്ല. എന്ത് പറ്റിയതാ മുത്തേ, മുഖത്ത്, മുത്തല്ല മുഖത്ത്, ഒന്നും പറ്റിയില്ല. ഇത് തന്നെയാണ് ദിവ്യ റിപ്പീറ്റ്ലി കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഷ്ടപ്പാടാണോ, എന്തോ ഒരു പാട്, അതെന്ത് പാടാ, നിങ്ങൾ പൊളിയാണ് കേട്ടാ, താങ്ക് യു. എന്ത് പറ്റി ദിവ്യ, നെറ്റിയിൽ മുറിവ് അടയാളം, ഒന്നും പറ്റിയില്ല. ഇത് കോപ്പി പേസ്റ്റ് ആണല്ലോ, ഒന്നും പറ്റിയില്ല. അങ്ങനെ ഒരുപാട് കമന്റ്സ് നിരത്തുന്നുണ്ട്, കോപ്പി പേസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. ഒന്നും പറ്റിയില്ല എന്ന് പറയുന്നത്. എന്നാൽ ഒരാൾക്ക് മാത്രം റീലാണ്, ഇത് റിയൽ അല്ല, എവിടെയെങ്കിലും വീണതാണോ എന്ന് ചോദിക്കുമ്പോൾ ഇത് റീൽ ആണെന്ന് പറയുന്നുണ്ട്. വെറും ഒരു റീൽ എടുത്തതായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് എവിടെ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ജനങ്ങൾ ഈ പറഞ്ഞതുപോലെ തെറ്റിദ്ധരിച്ച് അടിച്ചിടിച്ച് പിരിഞ്ഞു വന്ന് ക്രിസ് വേണുഗോപാൽ അണ്ണ എടുത്തിട്ട് അടിച്ചെന്നൊക്കെയാണ് നാട്ടുകാർ ഇപ്പൊ കരക്കമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ജനങ്ങളുടെ ഇടയിൽ മിസ്സിംഗ് ആയിട്ട് ഇങ്ങനെ ഒരു സാധനം ഇട്ട് കൊടുക്കുന്നത്? ചുമ്മാ അങ്ങേർക്ക് കുറെ ചീത്ത വിളിയിട്ട് കമന്റ്സിൽ നിങ്ങൾ കണ്ടില്ലേ, ഒരുത്തൻ വന്ന് പറയുന്ന ആ താടിക്കാരെ എടുത്തിട്ട് ഇടിച്ചാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു നെഗറ്റീവിലോട്ട് നിങ്ങളുടെ ആളിനെ തന്നെ എടുത്തിടാണ്ട് ഒന്നെങ്കിൽ ഇങ്ങനത്തെ പോസ്റ്റ് ഇടുന്ന സമയത്ത് അതിന്റെ ഒരു ക്ലാരിറ്റി കൊടുക്കുക. എനിക്കതേ പറയാനുള്ളൂ മെയിനായിട്ട്. ക്ലാരിറ്റി കൊടുത്ത് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ വിഷയമില്ല. പിന്നെ ആൾക്കാരൊന്നും പറയത്തില്ല എന്ത് പറ്റിയതാണെന്ന്, റീൽ വീഡിയോ ആയിട്ട് വെറുതെ ഇട്ടതാണെന്നോ എന്തെങ്കിലും പറയാം. അല്ലാത്ത പക്ഷേ ഇത് ഇങ്ങനെ ആൾക്കാരുടെ ഇടയിലേക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനം ഇട്ട് കൊടുക്കുമ്പോൾ അത് കുറച്ച് നെഗറ്റീവ് ആണ് നിങ്ങൾക്കും നിങ്ങളുടെ ആളിനും. അങ്ങനത്തെ സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. ഞാൻ ഇനി അവരുടെ കല്യാണ വീഡിയോ കൊടുക്കാം കേട്ടോ. ചാത്തന മാമി
അങ്ങനെ അന്ന് പരസ്പര ഇഷ്ടത്തോടെ രണ്ടുപേരുടെ കുടുംബത്തിന്റെ അനുവാദത്തോടെ അവര് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങി. ഇപ്പൊ വന്നിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ നാട്ടുകാർ മൊത്തം കുറ്റം പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അറിയില്ല, പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് കുറവാണ്. കാരണം തലേ ദിവസം, അതായത് ഈ വീഡിയോ ഇടുന്നതിന്റെ തലേ ദിവസം തന്നെ നല്ലൊരു പാട്ടൊക്കെ പാടി മോർണിംഗ് സോങ് എന്ന് പറഞ്ഞ് മോർണിംഗ് വൈബ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ആ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് ഒരു നെഗറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അറിയില്ല നമുക്ക് ഇവിടെയൊക്കെ ജീവിതങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്ന്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കമന്റിന്റെ താഴെ ഇതൊരു റീലിന് വേണ്ടിയിട്ട് എടുത്തതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അറിയില്ല എന്താണ് സത്യാവസ്ഥ എന്ന്. ഇനി റീലായാലും റിയൽ ആയാലും എന്തായാലും നിങ്ങൾ ഇങ്ങനത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് സൂക്ഷിക്കുക. ആൾക്കാർ എന്തിനാണ് കൺഫ്യൂസ്ഡ് ആക്കുന്നത്? ഒന്നുമില്ലെങ്കിൽ നിങ്ങളെയൊക്കെ ഓഡിയൻസ് ആണല്ലോ, നിങ്ങളുടെയൊക്കെ ആ ഒരു വ്യൂവർഷിപ്പും കാര്യങ്ങളും, അവരെയൊക്കെ വിഡ്ഢികളാക്കാതിരിക്കുക. നിങ്ങളെയൊക്കെ നമ്പി ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ അവരെ മിസ്ലീഡിങ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ ഇടാതിരിക്കുക. അത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നാശമെന്നേ ഞാൻ പറയത്തുള്ളൂ. വെറുതെ ഇരിക്കുന്ന ക്രിസേട്ടനും കുറെ ചീത്തവിളി കിട്ടും, ഷെയർ കിട്ടും. സത്യമുള്ള കാര്യം പറയാമല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. ഈ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം റീച്ച് നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ മിസ്ലീഡിങ് ചെയ്തുകൊണ്ട് ഫോട്ടോസോ കാര്യങ്ങളോ പോസ്റ്റ് ചെയ്യില്ല. എനിക്ക് ഇടയ്ക്ക് ഒരു അബദ്ധം പറ്റിയായിരുന്നു. ഞാനൊരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്ത് അവസാനം കുറെ പേര് കൺഗ്രാജുലേഷൻ പറഞ്ഞ്, കുറെ പേര് നിനക്കും പെണ്ണ് കിട്ടിയാടാന്നൊക്കെ ചോദിച്ച്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഞാൻ ആ ഫോട്ടോ ഒക്കെ ഡിലീറ്റ് കളഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഒരാളുമായിട്ടൊരു ഫോട്ടോ ഷെയർ ചെയ്ത് അത് ജെന്യൂൻ അല്ല എന്ന് എനിക്കറിയാം, എന്നാൽ നാട്ടുകാർക്ക് അത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആരെയും മിസ്ലീഡിങ് ചെയ്യിക്കാതിരിക്കുക. പ്രത്യേകിച്ച് മിസ്ലീഡിങ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ അവസാനം തിരിഞ്ഞു കൊത്തും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഞാൻ ആ ഒരു പോസ്റ്റോടെ ഞാൻ പഠിച്ചു. ഇനി ആരെയും മിസ്ലീഡിങ് ചെയ്യിക്കുന്ന പരിപാടിയിലോട്ട് ഞാനില്ല. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ദിവ്യയായാലും ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയാലും ഇതിനൊരു ക്ലാരിറ്റി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സ്റ്റോറിയിലൂടെയെങ്കിലും അത് എന്താണെന്ന് പറയാനുള്ളൊരു മനസ്സ് കാണിക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ വീഡിയോ ഇടണം. ബൈ.